ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി സ്കൂൾ ബൈ ഐഫറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. ഓക്കെ, എങ്ങനെയാണ് പണ്ട് കാലത്ത് മനുഷ്യന്മാർ ജീവിച്ചിരുന്നത്? ഇപ്പോൾ അവർക്ക് ഇന്ന് കാണാതെ പോലെ വീട്, വസ്ത്രം, ഇപ്പം നമ്മൾ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അതായത് പണ്ട് കാലം എന്ന് പറയുമ്പോൾ, അതായത് നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയല്ല, എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? അവരുടെ ഭക്ഷണ രീതി എന്തായിരുന്നു? എങ്ങനെയാണ് അവർ ഭക്ഷണം തേടി നടന്നത്? എന്തൊക്കെ ആയുധങ്ങളാണ് അവർ ഭക്ഷണം മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഫോറസ്റ്റ്. അപ്പം പണ്ട് കാലത്തെ മനുഷ്യന്മാർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? കേവ്സ് ആൻഡ് ഫോറസ്റ്റ്, എവിടെ? ഗുഹകളിലും വനങ്ങളിലുമാണ് താമസിച്ചിരുന്നത്. അവർക്ക് ഇന്ന് കാണുന്ന പോലെ, നമുക്ക് കാണുന്ന പോലെ കരണ്ട്, വെള്ളം, വസ്ത്രം, വീട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത്? കേവ്സ് ആൻഡ് ഫോറസ്റ്റ്, എവിടെ? ഗുഹകളിലും വനങ്ങളിലുമാണ് അവർ താമസിച്ചിരുന്നത്. ദേ ഗാദേർഡ് ഫുഡ് ആൻഡ് ഹണ്ടഡ് ആനിമൽസ്. അവർ ഭക്ഷണം ശേഖരിക്കുകയും മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്തു. ഇന്ന് നമ്മൾ എവിടെയാണ്? നമ്മൾ മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണോ? അല്ല, നമുക്ക് കഴിക്കാൻ എന്തൊക്കെ ഫുഡ് ഉണ്ട്? ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, ബ്രോസ്റ്റ് ഉണ്ട്, അൽഫാം ഉണ്ട്, ഇല്ലേ? ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് എന്താ? ഒന്നുമില്ല. അവർ വനങ്ങളിൽ താമസിക്കും, വനങ്ങളിലെ ഗുഹകളിൽ താമസിക്കും. എന്നിട്ട് അവിടെയുള്ള മൃഗങ്ങളെ എന്തായാലും വേട്ടയാടിയിട്ട് ഭക്ഷണം കഴിക്കും, അല്ലേ? അപ്പൊ ആർക്കെങ്കിലും അന്നത്തെ കാലഘട്ടത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ലേ? അന്ന് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്നാ സ്കൂളിലേക്ക് പോകണ്ട, പഠിക്കണ്ട, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? കാരണം ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ട്, അല്ലേ? ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, ഒത്തിരി സൗകര്യങ്ങളുണ്ട്, അല്ലേ? പക്ഷെ പണ്ടത്തെ ആൾക്കാർ എവിടെയാണ് താമസിച്ചിരുന്നത്? വനങ്ങളിലാണ് താമസിച്ചിരുന്നത്. വനങ്ങളിലുള്ള ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. ഭക്ഷണത്തിനായിട്ട് അവർ എന്ത് ചെയ്തു? മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണ് ഭക്ഷണം കണ്ടുപിടിച്ചിരുന്നത്. ഓക്കെ, അവർ ഭക്ഷണം ശേഖരിക്കുകയും മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്തു. ഓക്കെ, they used stone found in their surrounding as weapon. ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെത്തിയ ശിലകൾ അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു. എന്താണ് അവർ ആയുധങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്നത്? ശിലകൾ, അതായത് കല്ലുകളാണ് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്, അല്ലേ? ഇനി നമുക്ക് ആയുധത്തിന് എന്താ? ഗണ്ണൊക്കെ ഉണ്ട്, അല്ലേ? പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അതെന്താണ്? ശിലകളാണ്. അതായത് ഉറപ്പേറിയ നല്ല ഹാർഡായിട്ടുള്ള ശിലകളാണ് അവർ എന്തായിട്ട് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്, ആയുധമായിട്ട് യൂസ് ചെയ്തിരുന്നത്. ദിസ് പീരിയഡ് ഈസ് കാൾഡ് സ്റ്റോൺ ഏജ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പീരിയഡിനെ എന്ത് പറയുന്നത്? സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം എന്ന് പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഓവർ ദ ടൈം, ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പീരിയഡ്. അതായത് ഇവർ യൂസ് ചെയ്തിരുന്ന ശിലകളുടെ സവിശേഷതകൾക്ക് അനുസരിച്ച്, അതായത് കല്ലുകളുടെ സവിശേഷതകൾക്ക് അനുസരിച്ച് നമ്മൾ ശിലായുഗത്തെ, സ്റ്റോൺ ഏജിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറി. സ്റ്റോൺ ഏജ് നമ്മൾ എന്താ 3 ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. പാലിയോളിറ്റിക് ഏജ്, പ്രാചീന ശിലായുഗം; മിസോളിത്തിക് ഏജ്, മധ്യശിലായുഗം; നിയോളിത്തിക് ഏജ്, നവീന ശിലായുഗം. ഓക്കെ, Stone Age is divided into 3 categories: Paleolithic Age, Mesolithic Age, Neolithic Age. Paleolithic Age ആണ് എന്ത്? പ്രാചീന ശിലായുഗം. Mesolithic Age ആണ് എന്ത്? മധ്യശിലായുഗം. Neolithic Age ആണ് എന്ത്? നവീന ശിലായുഗം. ഓക്കെ, മറക്കോ? Stone Age is divided into 3 categories: Paleolithic Age, Mesolithic Age, Neolithic Age. ഓക്കെ, ഓക്കെ, ഇതാണ് പാലിയോളിത്തിക് ഏജിന്റെ ഒരു പിക്ചർ കേട്ടോ. എന്താണ് പാലിയോളിത്തിക് ഏജ്? പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ശിലായുഗത്തിലെ ഫസ്റ്റത്തെ കാലഘട്ടമാണ് എന്ത്? പ്രാചീന ശിലായുഗം. ഓക്കെ, പാലിയോളിത്തിക് ഏജ്. പിന്നെ പരുക്കൻ കല്ലുകൾ ഉപകരണം കണ്ടോ? ഇവിടെ കണ്ടോ? പരുക്കൻ കല്ലുകളാണ് യൂസ് ചെയ്തിരുന്നത്. ഇതുപോലത്തെ പരുക്കൻ കല്ലുകളാണ് അവർ ആയുധങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെന്താണ്? മൃഗങ്ങളെ വേട്ടയാടിയിട്ടായിരുന്നു അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ പാലിയോളിത്തിക് ഏജ്, പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ശിലായുഗത്തിലെ ആദ്യത്തെ കാലഘട്ടമാണ്. ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ വേട്ടയാടി പരുക്കൻ കല്ലുകളാണ് അവരെന്ത് ചെയ്ത് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇതാണ് മിസോളിത്തിക് ഏജ്. ഓക്കെ, മധ്യശിലായുഗം. എന്താ മിസോളിത്തിക് ഏജ്, മധ്യശിലായുഗം എന്ന് പറയുമ്പോൾ എന്താണ്? സൂക്ഷ്മ ശിലകളാണ് ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചത്. ഇവിടെ കണ്ടോ? സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ചെറിയ ശിലകൾ, ചെറിയ ചെറിയ കല്ലുകളാണ് അവർ വെപ്പൺസ് ആയിട്ട്, ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഭക്ഷണത്തിനായിട്ട് എന്താണ്? ഭക്ഷണത്തിന് അനുയോജ്യമായ പുല്ലും മത്സ്യവും അവർ ഭക്ഷണങ്ങളാക്കി, അല്ലേ?
ഇപ്പൊ പ്രാചീന ശിലായുഗത്തിനെ പോലെയല്ല, ചെറിയൊരു മാറ്റം വന്നു. ദെൻ മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളായിട്ട് യൂസ് ചെയ്തു. വസ്ത്രങ്ങളായിട്ട് എന്താണ്? മൃഗത്തിന്റെ തോല്, മരത്തിന്റെ തോല്, ഇലകളൊക്കെയാണ് വസ്ത്രങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇതാണ് മധ്യശിലായുഗം. ഓക്കെ. ദെൻ നിയോളിത്തിക് ഏജ്. ഈ നിയോളിത്തിക് ഏജ് പറയുമ്പോൾ എന്താ? കുറച്ചും കൂടെ പരിഷ്കാരം വന്ന ഒരു കാലഘട്ടമാണ് നവീന ശിലായുഗം. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുകൾ ഉപയോഗിച്ചു. അതായത് കല്ലുകൾ കൊണ്ട് ചെറിയ ചെറിയ ആയുധങ്ങളൊക്കെ ആക്കിയിട്ട് അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ചക്രം കണ്ടുപിടിച്ചു, മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടു അല്ലെ. ഇതാണ് നവീന ശിലായുഗം. അവ മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൃഷി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? കൃഷി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗം. അതായത് നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിച്ചത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ എക്സാമിന്. ദെൻ ഈ പിക്ചർ എന്താ? ബിംബേഡ്ക. എന്താ ഈ ബിംബേഡ്ക എന്ന് പറഞ്ഞാല്? ഇതെന്താണ്? മധ്യപ്രദേശിലെ ഒരു ഗുഹയാണ് എന്ത്? ബിംബേഡ്ക. എന്തായിരിക്കും ഈ ഗുഹയ്ക്ക് ഒരു പ്രത്യേകത? നിങ്ങൾ പഠിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്താണ് ബിംബേഡ്ക? മധ്യപ്രദേശിലെ ഒരു ഗുഹയാണ് ബിംബേഡ്ക. ഓക്കെ, കണ്ടോ? കേവ് പെയിന്റിങ്സ്, ഗുഹാചിത്രങ്ങൾ. ഈ എന്താ മധ്യപ്രദേശിലെ ഈ ബിംബേഡ്ക എന്ന് പറഞ്ഞ ഗുഹയിൽ എന്താ ഒരുപാട് ഇങ്ങനത്തെ കേവ് പെയിന്റിങ്സ് ഉണ്ട്. ഇതൊക്കെ ആര് വരച്ച? അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർ വരച്ച ചിത്രങ്ങളാണ് ഇതിൽ കാണുന്നത്. അവരുടെ ഓരോ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ എന്നാണ് ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് കണ്ടോ, അവർ മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണ്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഈ ഗുഹയിലുള്ളത്. അതായത് ബിംബേഡ്ക എന്ന് പറഞ്ഞ ഗുഹന്റെ ഉള്ളിൽ എന്താണുള്ളത്? കേവ് പെയിന്റിങ്സ്, അതായത് ഗുഹാചിത്രങ്ങൾ ധാരാളമായിട്ടുണ്ട്. ആ ഗുഹാചിത്രങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന സ്ഥലമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. ശിലായുഗത്തിൽ, അതായത് സ്റ്റോൺ ഏജിലെ ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു ഗുഹയാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ പുരാതന മനുഷ്യരുടെ വൈവിധ്യമാർന്ന ജീവിതത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. ദീസ് കേവ് പെയിന്റിങ്സ് ആർ ആൾസോ എവിഡൻസ് ഓഫ് ദെയർ ഏർലി കമ്മ്യൂണിക്കേഷൻ. ഈ ഗുഹാചിത്രങ്ങൾ അവരുടെ ആദ്യകാല ആശയവിനിമയത്തെയും സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. ദ ബിഗിനിങ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നവീന ശിലായുഗത്തിൽ എന്ത് ചെയ്തു? അവരെന്താണ്? കൃഷി ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? അപ്പൊ കൃഷി ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവര് ആ കൃഷി സംരക്ഷിക്കാനായിട്ട്, അതായത് ഇപ്പോൾ വന്യജീവികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ കൃഷി സംരക്ഷിക്കാനായിട്ട് ആ കൃഷിസ്ഥലത്തിന്റെ അടുത്ത് തന്നെ അവരെന്ത് ചെയ്തു? വീട് വെച്ച് താമസം തുടങ്ങി. അതേപോലെ അവർ കന്നുകാലികളൊക്കെ വളർത്താൻ തുടങ്ങി. അപ്പൊ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ കൃഷിസ്ഥലത്തായിട്ട് ഒരു വീട് വെച്ച് സ്ഥിര താമസം തുടങ്ങി. അതാണ് ഇതിലൂടെ പറയുന്നത്. അഗ്രികൾച്ചർ ബിഗൈൻ ഇൻ ദ നിയോളിത്തിക് ഏജ്. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണ്. It became essential for the people who started farming to settle near their farmland. അതായത് കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിര താമസം അനിവാര്യമായി വന്നു. കൃഷിയെ പരിപാലിക്കാനും, അതായത് വന്യജീവികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെന്ത് ചെയ്തു? കൃഷിസ്ഥലത്ത് തന്നെ സ്വന്തമായിട്ട് വീട് വെച്ച് സ്ഥിര താമസം തുടങ്ങി. ഓക്കെ, സ്ഥിരവാസവും മാറ്റങ്ങളും. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചത്? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അതായത് വീടുകള്, കൃഷിസ്ഥലത്ത് തന്നെ എന്ത് ചെയ്തു? വീടുകൾ നിർമ്മിച്ചു. ദെൻ ജനങ്ങൾ തമ്മിൽ കൂടുതലും ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സമൂഹ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അതായത് ജനങ്ങൾ ആദ്യം എന്താണ്? അവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തല്ല, അതായത് ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേട്ടയാടും, അവിടുന്ന് ഭക്ഷണം കഴിക്കും, പിന്നെ എന്ത് ചെയ്യും? വേറെ സ്ഥലത്തേക്ക് പോകും, അവിടുന്ന് വേട്ടയാടും. അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്തായത്? ഒരു സംഘടിത ജീവിതം, കൂട്ടമായിട്ട് ജീവിക്കാനും കൂട്ടമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും മാറി. അങ്ങനെ അവരെന്തായത്? മനുഷ്യന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ സ്ഥിരമായിട്ട് സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയപ്പം അവിടെ ഗ്രാമങ്ങൾ ഫോം ചെയ്തു. ദെൻ ആ ഗ്രാമങ്ങൾ എന്തായിട്ട് മാറി? നഗരങ്ങളായിട്ട് മാറി. അപ്പം ഇത്രയൊക്കെയാണ് പറഞ്ഞത്. അതായത് ദ ബിഗിനിങ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അഗ്രികൾച്ചർ. എങ്ങനെയാണ് നവീന ശിലായുഗത്തിൽ മനുഷ്യർ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരവാസം ഉറപ്പിക്കാനുള്ള കാരണങ്ങൾ? കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിൽ സ്റ്റാർട്ട് ചെയ്തു. കൃഷി ചെയ്യാൻ എന്താണ്? മനുഷ്യരെന്ത് ചെയ്തു?
കൃഷിസ്ഥലത്ത് വന്യജീവികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ കന്നുകാലികളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിക്കാനും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. അവർ സ്ഥിരമായിട്ട് താമസിക്കാനും വീട് നിർമ്മിച്ചു. ജനങ്ങൾ തമ്മിൽ ഇടപഴകാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ അവിടെ എന്ത് ചെയ്തു? ഒരു ഗ്രാമം ഫോം ചെയ്തു. ആ ഗ്രാമങ്ങളിൽ നിന്ന് പിന്നീട് അത് ഇങ്ങോട്ട് മാറി നഗരങ്ങളിലേക്ക് മാറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്